ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്കൊരു ക്രാഫ്റ്റ് വർക്ക് നോക്കിയാലോ? ഒരു പേപ്പർ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ചെറിയൊരു പൂവ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു കളർ പേപ്പറാണ് എടുത്തത് കേട്ടോ. അപ്പോൾ കളർ പേപ്പറിൽ ചെറിയ ചെറിയ 4 റൗണ്ട് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. കോമ്പസ് എടുത്തിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ റൗണ്ടിലുള്ള എന്ത് സാധനം വെച്ചിട്ട് വേണമെങ്കിലും വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ 4 റൗണ്ട് വരച്ചു കൊടുത്തു. ഇനി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 4 എണ്ണവും നല്ല റൗണ്ടായിട്ട് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് റൗണ്ടൊക്കെ കട്ട് ചെയ്തെടുത്തു. 4 റൗണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിൽ ഒരു റൗണ്ട് ഇതുപോലെ പകുതിയാക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിനെ പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു പുറത്ത് ഒരു സൈഡിൽ കോണായിട്ടും പുറത്തേക്ക് റൗണ്ടായിട്ടും ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് കത്രിക എടുത്തിട്ട് ആ റൗണ്ടായിട്ട് നിൽക്കുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ അറ്റം നമുക്കൊന്ന് ഒരു കോണായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ചെറുതായിട്ടൊന്ന് 2 സൈഡും ഒരു കോൺ രീതിയിൽ നമുക്കൊന്ന് വെട്ടി ഭംഗിയാക്കി കൊടുക്കണം. അങ്ങനെ കോണൊക്കെ വെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ മടക്കിയത് ഒന്ന് നിവർത്തി വെക്കണം കേട്ടോ. നിവർത്തിക്കഴിഞ്ഞ് 4 സൈഡും ഒന്ന് വെട്ടിക്കൊടുക്കണം. അവിടെ നമ്മൾ വെട്ടാണ്ട് അറ്റായതുകൊണ്ട് നമുക്ക് വെട്ടാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് 4 സൈഡും ഒന്ന് വെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് കത്രിക കൊണ്ട് തന്നെ അതിൻ്റെ അറ്റം ഒന്ന് ഈ ചെയ്യുന്നത് പോലെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൂവുണ്ടായി കഴിയുമ്പോൾ ഒരു ഭംഗിയായിരിക്കും കാണാൻ. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് നമ്മൾ മടക്കി വെച്ച ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് അധികം വെട്ടി കൊടുത്തിട്ട് അതിനെ റൗണ്ടാക്കി മടക്കിയെടുക്കണം. ഈ കാണുന്നത് പോലെ റൗണ്ടാക്കിയിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് അത് പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ അറ്റത്ത് പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കത്രിക കൊണ്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഒരു മഞ്ഞ കളറുള്ള ഒരു പേപ്പറാണ് കേട്ടോ ഞാൻ എടുത്തത്. അതിനെ നമ്മൾ ചെറുതാക്കി മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം ചെറിയ പേപ്പർ മതി എന്ന് അത് ഓരോരുത്തരുടെ പൂവിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ്. നടുവിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞ പേപ്പർ നമ്മൾ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പൂവിന് അനുസരിച്ചിട്ട് ഞാൻ ചെറിയ പേപ്പറാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ അറ്റം ഒന്ന് ഇതുപോലെ നമ്മൾ നേരത്തെ പൂവിന് വെട്ടിക്കൊടുത്തതുപോലെ തന്നെ അതിൻ്റെ അറ്റം നമുക്ക് ചെറുതാക്കി ഒന്ന് വെട്ടിക്കൊടുക്കണം. നന്നായിട്ട് ചെറിയ ഇതാക്കിയിട്ട് വെട്ടിക്കൊടുക്കുക.
വെട്ടിയതിന് ശേഷം നമ്മൾ അത് പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം, റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റൗണ്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതേ കണ്ടോ, അറ്റം ഒന്ന് നമ്മൾ ഒന്ന് വിടർത്തി കൊടുക്കാം. എന്നിട്ട് ഈ റൗണ്ട് ചെയ്തതിൻ്റെ അടിയിലും ഈ നമ്മൾ ഉണ്ടാക്കിയ പൂവിൻ്റെ സെൻറ്ററിലും ഒരു ഇത്തിരി പശ വെച്ചിട്ട് അതിൻ്റെ നടുവിൽ നമുക്ക് ഈ പൂവ് ഒട്ടിച്ചു കൊടുക്കാം. അതേ ഇതുപോലെ കണ്ടോ. അപ്പോൾ നമുക്കൊരു ഭംഗിയുള്ളൊരു പൂവായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള 3 പേപ്പറും കൂടെ റൗണ്ട് കൂടെ ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിതപ്പോൾ 4 റൗണ്ട് ഉള്ളതും ഫ്ലവറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു തണ്ട് വേണമല്ലോ. അപ്പോൾ തണ്ടിനായിട്ട് ഞാനിവിടെ നൂൽക്കമ്പിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ കമ്പി നമ്മൾ ഒരു പച്ച പേപ്പർ കൊണ്ട് റൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ പച്ച പേപ്പറായിരുന്നു ഉള്ളത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് ചെറിയ പേപ്പറാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ പേപ്പറൊക്കെ വെട്ടിയെടുത്തു. അപ്പോൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത നൂൽക്കമ്പി ആ പൂവിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം. ആ ചെറിയ ഒരു റൗണ്ടാക്കി എടുക്കുമ്പോൾ സെൻറ്ററിൽ ചെറിയൊരു ഹോള് പോലെ വരും. ആ ഹോളിലേക്കാണ് നമ്മൾ ഈ നൂൽക്കമ്പി വച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ആ പച്ച പേപ്പർ പശ വെച്ച് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. ശേഷം നമുക്ക് പൂവിനുള്ളിലേക്ക് അത് വെച്ച് കൊടുത്ത് ആ അറ്റം ഒന്ന് വളച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വിട്ടുപോരാണ്ട് കമ്പി നന്നായിട്ട് ഉറച്ചവിടെ നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പൂവ്. അപ്പോൾ പൂവൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.